നെക്സ്റ്റ് ടോപ്പിക്ക് 4 കീ കൺസെപ്റ്റ് ഓഫ് HTML. അതായത് HTML നമ്മൾ യൂസ് ചെയ്യുന്ന 4 കീ കൺസെപ്റ്റ്സ് ആണ്. ഫസ്റ്റ് വൺ എലമെൻറ്റ്സ്. ഓൾ HTML പേജസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എലമെൻറ്റ്സ്. എല്ലാ HTML പേജസും എലമെൻറ്റ്സ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് എലമെൻറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കണ്ടെയ്നർ ഇൻ വിച്ച് പോർഷൻ ഓഫ് പേജ് ഈസ് പ്ലേസ്ഡ്. ഒരു എലമെൻറ്റ് ജസ്റ്റ് ഒരു കണ്ടെയ്നറിനെ പോലെയാണ്. അതിനകത്താണ് ആ എലമെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്താണ് ഓരോരോ വേർഡ്സൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് എലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ടാഗ്സ്, നെയിംലി ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. എലമെൻറ്റിനുള്ളിൽ 2 ടാഗുകളുണ്ട്, ഒരു ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ട്. വാട്ട് എവർ ഈസ് കണ്ടെയ്ൻ ഇൻസൈഡ് ദ എലമെൻറ്റ് വിൽ ടേക്ക് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ എലമെൻറ്റ്. ആ എലമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിന് എന്ത് എഫക്റ്റ് ആയിരിക്കും, ആ എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ആ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ വേർഡ്സ് കാണിക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ടു ഐഡൻറ്റിഫൈ എ ഹെഡിങ് ഓൺ എ പേജ് ദ ഹെഡിങ് മാറ്റർ ഷുഡ് ബി എൻക്ലോസ്ഡ് ഇൻ എ ഹെഡിങ് എലമെൻറ്റ് ആസ് H1. അതായത് നമുക്കൊരു പേജിൽ ഒരു ഹെഡിങ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ H1 എന്നുള്ള എലമെൻറ്റിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ താഴെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, H1 ഇട്ടിട്ട് then ഒരു ക്ലോസിംഗ് ടാഗും ഓപ്പണിംഗ് ടാഗും ഉണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ക്ലോസിംഗ് ടാഗിൽ ഒരു സ്ലാഷ് ഉണ്ടാകും, ആ H1 മുമ്പ് സ്ലാഷ് ഉണ്ടാകും. അപ്പോൾ ആ ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഹെഡിങ് എഴുതി കൊടുത്തിട്ട് then ആ H1 ഉള്ളത് ക്ലോസ് ചെയ്താൽ എന്തായിരിക്കും, ആ എഴുതുന്ന ആ വേർഡിന് എന്താണ് ഒരു ഹെഡിങ്ങിൻ്റെ എഫക്റ്റ് വരുമെന്ന്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് എവർ ഈസ് കണ്ടെയ്ൻ ഇൻസൈഡ് ദ എലമെൻറ്റ് വിൽ ടേക്ക് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എലമെൻറ്റ്. നമ്മൾ എലമെൻറ്റിൻ്റെ ഉള്ളിൽ എന്ത് ടൈപ്പ് ചെയ്താലും ആ ടൈപ്പ് ചെയ്യുന്ന വേർഡിന് എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും വരുന്നതെന്ന്. ദ എലമെൻറ്റ് വിച്ച് ഡു നോട്ട് റിക്വയർ എ ക്ലോസിംഗ് ടാഗ് ആർ നോൺ ആസ് എംപ്റ്റി എലമെൻറ്റ്സ്. അപ്പോൾ ചില എലമെൻറ്റ്സിന് എന്താണ് ക്ലോസിംഗ് ടാഗിൻ്റെ ആവശ്യമില്ല, അതിന് പറയുന്ന പേരാണ് എംപ്റ്റി എലമെൻറ്റ്സ്. ഇൻ ദ കേസ് ഓഫ് എംപ്റ്റി എലമെൻറ്റ്സ് എ ക്ലോസിംഗ് സ്ലാഷ് ഈസ് ആഡഡ് ആഫ്റ്റർ ദ എലമെൻറ്റ് നെയിം. അതായത് ഈ എംപ്റ്റി എലമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്ലോസിംഗ് സ്ലാഷ് നമുക്ക് ആഡ് ചെയ്യാം എലമെൻറ്റ് നെയിമിന് ശേഷം. എ സ്പേസ് ഈസ് ഓൾസോ ആഡഡ് ബിറ്റ്വീൻ ദ എലമെൻറ്റ് നെയിം ആൻഡ് സ്ലാഷിലേക്ക്. ഒരു സ്പേസ് നമുക്ക് എന്താണ്, ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ആ എലമെൻറ്റിൻ്റെ പേരിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് സ്ലാഷ് ഇടാമെന്ന്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാക്കുന്നുണ്ട്, ഒരു ലൈൻ ബ്രേക്ക്, BR ടാഗ് എന്നുള്ളത് എംപ്റ്റി എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, BR കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് സ്ലാഷ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ക്ലോസിംഗ് ടാഗ്, അതായത് ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള എലമെൻറ്റിനെ പറയുന്ന പേരാണ് എംപ്റ്റി എലമെൻറ്റ്സ് എന്ന്. അതിന് എന്താണ് ക്ലോസിംഗ് ടാഗ് ഉണ്ടാകില്ല. BR ടാഗ് ഇതിനൊരു എക്സാമ്പിൾ ആണെന്ന്. നെക്സ്റ്റ് ടാഗ്സ് ആർ കമാൻഡ്സ് റിട്ടൺ ഇൻ HTML ഡോക്യുമെൻറ്റ്. HTML ഡോക്യുമെൻറ്റ്സിൽ അതായത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ എഴുതുന്ന കമാൻഡ്സിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ദി ആർ നോട്ട് ഡിസ്പ്ലേഡ് ഇൻ വെബ് പേജിൽ ഡിസ്പ്ലേ ആകുന്നില്ല. എ ടാഗ് ബിഗിൻ വിത്ത് എ ലെസ് ദാൻ സൈൻ, then the element name followed by a greater than sign. സച്ച് ടാഗ് ഈസ് കോൾഡ് ഓപ്പണിംഗ് ടാഗ്. അപ്പോൾ ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ മുകളിലത്തെ H1 നമുക്ക് നോക്കാം, ലെസ് ദാൻ സൈൻ ഉണ്ട്, ദെൻ H1 ഉള്ളത് എലമെൻറ്റിൻ്റെ പേരാണ്, ദെൻ അതിന് ശേഷം എന്താണ് ഒരു ഗ്രേറ്റർ ദാൻ സൈൻ. അപ്പോൾ അങ്ങനത്തെ ടാഗിനെ പറയുന്ന പേരാണ് ഓപ്പണിംഗ് ടാഗ്. ഇൻ ദ കേസ് ഓഫ് ക്ലോസിംഗ് ടാഗ്, ഇനി ക്ലോസിംഗ് ടാഗിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് എ ബാക്ക് സ്ലാഷ് ബിഫോർ ദ എലമെൻറ്റ് നെയിം. ആ എലമെൻറ്റ് നെയിമിൻ്റെ മുകളിൽ, അതായത് H1 മുകളിൽ എന്താണ് ഒരു സ്ലാഷ് ഇട്ടാക്കിയിരുന്നു. ഒരു സ്ലാഷ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്ലോസിംഗ് ടാഗാണ്. ഓപ്പണിംഗ് ടാഗ് എന്ന് വെച്ചാൽ ലെസ് ദാൻ സൈൻ, ദെൻ എലമെൻറ്റ് നെയിം, ദെൻ ഗ്രേറ്റർ ദാൻ സൈൻ. ക്ലോസിംഗ് ടാഗ് എന്ന് വെച്ചാൽ ലെസ് ദാൻ സൈന് ശേഷം ഒരു സ്ലാഷ് ഉണ്ടാവും, ദെൻ അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ് നെയിം, ദെൻ അതിന് ശേഷം ക്ലോസിംഗ് ടാഗ്. ഫോർ എക്സാമ്പിൾ, ഓപ്പണിംഗ് ടാഗ് ഫോർ ദ പാരഗ്രാഫ് എലമെൻറ്റ് വിൽ ബി. കണ്ടോ, ഒരു പാരഗ്രാഫിൻ്റെ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ P ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ടാഗാണ് ലെസ് ദാൻ, P ഗ്രേറ്റർ ദാൻ. ദെൻ ക്ലോസിംഗ് ടാഗ് ഫോർ ദ പാരഗ്രാഫ് എലമെൻറ്റ് എന്താണ്, ലെസ് ദാൻ സൈൻ, ദെൻ സ്ലാഷ്, ദെൻ P ടാഗ് ഗ്രേറ്റർ ദാൻ സൈൻ. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് വാല്യൂസ്. ആട്രിബ്യൂട്ട്സ് ആർ അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് HTML. HTMLൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ആട്രിബ്യൂട്ട്സ്. ആൻഡ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എലമെൻറ്റ്. ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാനാണ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ എലമെൻറ്റ്സ് ഓപ്പണിംഗ് ടാഗ്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഒരു എലമെൻറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആട്രിബ്യൂട്ടും എന്താണ് HTML ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാനാണ്. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ. To example പറഞ്ഞാൽ to specify the size of an image or graphics on a web page, the image element
ഈസ് യൂസ്ഡ് വിത്ത് എ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആസ് ആട്രിബ്യൂട്ട്. അതായത് ഒരു പിക്ചർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പിക്ചറിൻ്റെ എന്താണ് പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് പേജ് എടുക്കാം. നോക്കുക, അവിടെ നോക്കി IMP എന്നാണ് എഴുതിയേക്കുന്നത് 74, പേജ് നമ്പർ 74. അതായത് IMP ഹൈറ്റ് എന്നാണ് കൊടുത്താക്കുന്നത്. IMP അല്ല, IMG ആണ്. അപ്പോൾ IMG എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ IMG കഴിഞ്ഞിട്ട് ഹൈറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ IMGയുടെ ഓപ്പണിംഗ് ടാഗാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ആ IMG എന്ന് പറഞ്ഞ എലമെൻറ്റിന് ശേഷം ഹൈറ്റ് ഈക്വൽ ടു ഇത്ര കൊടുത്തു, വിഡ്ത്ത് ഈക്വൽ ടു ഇത്ര കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം IMG ടാഗ് ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈറ്റ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഹൈറ്റ് ഇത്രയായിരിക്കണം, വിഡ്ത്ത് ഇത്രയായിരിക്കണം. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുക. എലമെൻ്റ് എന്നുള്ളത് എന്താണ്, IMG ടാഗാണ്, ഇമേജാണ്. ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ സൈസ്. അതായത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്ന് വെച്ചാൽ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതെപ്പോഴും ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. ഹിയർ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആർ ദ ആട്രിബ്യൂട്ട്സ്. ഇവിടെ ഹൈറ്റും വിഡ്ത്തും ആട്രിബ്യൂട്ടാണ്. ദ ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫോളോഡ് ബൈ ദെയർ വാല്യൂസ്. അപ്പോൾ ആട്രിബ്യൂട്ടിന് ശേഷം എന്ത് കൊടുക്കും, ഒരു വാല്യൂ കൊടുക്കും. ആട്രിബ്യൂട്ട് ഈക്വൽ ടു, അതായത് ഹൈറ്റ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ സൈസ് ഓഫ് ദ ഇമേജ് ഈസ് 300 × 200 pixel, the HTML statement will be IMG height equal to 300, width equal to 200. അപ്പോൾ IMG എന്നുള്ളത് എലമെൻറ്റ്, അതിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഹൈറ്റ് ഇത്ര പിക്സൽ, വിഡ്ത്ത് ഈക്വൽ ടു ഇത്ര പിക്സൽ. പിന്നെ നെക്സ്റ്റ് നെസ്റ്റിംഗ്. നെസ്റ്റിംഗ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് നോ ഓവർലാപ്പിംഗ് ഓഫ് എലമെൻറ്റ്സ്. ഇത് നെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നെക്സ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഓവർലാപ്പിംഗ് പാടില്ല എന്ന്. പ്രോപ്പർലി നെസ്റ്റഡ് എലമെൻറ്റ്സ് ആർ കണ്ടെയ്ൻ ഇൻസൈഡ് വൺ അനദർ. അത് പ്രോപ്പറായിട്ട് എന്താണ് നെസ്റ്റഡ് ചെയ്താക്കുന്ന എലമെൻറ്റ്സ് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രീതിയിൽ നിന്നുള്ള രീതിയിലാണ് നമ്മൾ നെസ്റ്റിംഗ് നടത്തണമെന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല, നെസ്റ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. നെസ്റ്റിംഗ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് നോ ഓവർലാപ്പിംഗ് ഓഫ് എലമെൻറ്റ്സ്. അത് ഓവർലാപ്പ് ചെയ്യാണ്ട് ഒരു എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതാണ് രീതി. അതായത് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ അടുത്തത്, അതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ A ടാഗ് ആദ്യം ഓപ്പൺ ചെയ്തു, ദെൻ ഒരു B ടാഗ്, ദെൻ C ടാഗ്, അവസാനം ഓപ്പൺ ചെയ്ത C ടാഗ് ക്ലോസ് ചെയ്തു, അതിനുശേഷം അതിന് തൊട്ട് മുമ്പത്തെ B ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ ലാസ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്ത A ടാഗ് ക്ലോസ് ചെയ്തു. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെർട്ടിക്കലായിട്ട് ഫസ്റ്റ് A ടാഗ്, ദെൻ B ടാഗ് ഓപ്പൺ ചെയ്തു, C ടാഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവസാനം ഓപ്പൺ ചെയ്ത C ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ B ടാഗ് ക്ലോസ് ചെയ്തു, ദെൻ A ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റിനുള്ളിൽ വേറെ എലമെൻറ്റ് എഴുതുന്നതിന് നമുക്ക് നെസ്റ്റിംഗ് എന്ന് പറയാമെന്ന്. അപ്പോൾ പിടുത്തത് ഒന്നുകൂടെ പറയാം. 4 കൺസെപ്റ്റാണ്. എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തിട്ടാണ്, ഒരു കണ്ടെയ്നർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനകത്ത് 2 ടാഗ് ഉണ്ട്, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും. H1 എന്നുള്ളത് എലമെൻറ്റിന് എക്സാമ്പിളാണ്. ടാഗ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ നമ്മൾ എഴുതുന്ന കമാൻഡ്സിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെസ് ദാൻ സൈൻ, അതിനുശേഷം എലമെൻറ്റ്, ദെൻ ഗ്രേറ്റർ ദാൻ സൈൻ. ദെൻ ക്ലോസിംഗ് ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇതുപോലെ തന്നെ ലെസ് ദാൻ സൈൻ, ദെൻ ഒരു സ്ലാഷ് എലമെൻറ്റിനെയും, ദെൻ ക്ലോസിംഗ് ടാഗ്, അതായത് ഗ്രേറ്റർ ദാൻ സൈൻ. ദെൻ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് എപ്പോഴും നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ. അതായത് എലമെൻറ്റിൻ്റെ പേരിന് ശേഷം IMG എന്നുള്ളതൊരു എലമെൻറ്റാണ്, അതിൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ IMG കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ഹൈറ്റ് ഈക്വൽ ടു ഇത്ര, വിഡ്ത്ത് ഈക്വൽ ടു ഇത്ര. അപ്പം IMG എന്നുള്ള എലമെൻറ്റിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഹൈറ്റും വിഡ്ത്തും ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ HTML പഠിക്കാത്തവർ, മനസ്സിലാകാത്തവർ എന്നെ കോൾ ചെയ്താൽ മതി, അത്രയ്ക്ക് ഞാൻ പറഞ്ഞു തരാം.